പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യായുടെ പുസ്തകം 41 അധ്യായം 13 തിരുവചനം. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഓ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഒത്തിരി പ്രയാസപ്പെട്ട മനസ്സുമായാണോ നീ ഈ പ്രാർത്ഥന കേൾക്കുന്നത്? വിഷമിക്കരുത്. ചിന്തിക്കുന്നതിലും മികച്ചത് തരുവാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. ദൈവം കൂടെയുണ്ടെങ്കിൽ വഴികൾ നിനക്ക് മുന്നിൽ താനെ തുറക്കപ്പെടും. ദൈവം നിനക്കായി ഒരു വാതിൽ തുറന്നാൽ പിന്നെ അത് അടയ്ക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് അങ്ങ് ഉറച്ചു വിശ്വസിച്ചേ. ഓ ഈശോയെ, ഇന്ന് നിന്റെ മുമ്പിലായിരുന്നു പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്കൊക്കെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. നിരന്തരം നിന്റെ മുൻപിൽ ഇവർ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളുടെ മേൽ അലിവ് തോന്നി കൃപ വർഷിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശോ. ഇവർ ആരെങ്കിലും ഈ സമയം ഹൃദയം പൊട്ടി നിന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈശോയെ, ഇവരുടെ നിലവിളിയിലേക്ക് അങ്ങിപ്പോൾ ഈ സമയം ഇറങ്ങി വരണമേ. കരുണയുടെ കരം നീട്ടണേ ഈശോ. സങ്കീർത്തനം 55:22 വചനം. നിന്റെ ഭാരം കർത്താവിന് ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഈശോ, ഇതാ ഞങ്ങളുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ നിനക്ക് തരുന്നു. ഇതൊന്നും ഒറ്റയ്ക്ക് വഹിക്കാൻ ഞങ്ങൾ ശക്തരല്ല. നീ കൂടെ വേണം ഈശോ. നിന്റെ സ്നേഹം ഉണ്ടാകണം. ലൂക്ക 1:37 നീ ഞങ്ങളോട് പറഞ്ഞില്ലേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന്. ഈശോയെ, അങ്ങയുടെ ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദിവസം ആരംഭിക്കട്ടെ. നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദി ഈശോയെ, ഞങ്ങളെ അനുദിനം കാത്തു പരിപാലിക്കുന്നതിനും ആ ഹൃദയത്തിലേക്ക് ഞങ്ങളെ ചേർത്തിരുത്തുന്നതിനും ഒത്തിരി നന്ദി. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സ്നേഹത്താൽ എൻ്റെ അനുദിന ജീവിതം സുകൃതസമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അന്നവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയ ദ്രോഹം പൊറുത്തതും കേണപേക്ഷിച്ചതും ഞാൻ അനുതാപിയായി തീരാ എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവസ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ
അവനെ നൽകി. എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് വിദൂരങ്ങളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ മക്കളെ കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായി ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് 91-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കാം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മിതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവമായ കർത്താവിന് സ്തുതി.